Going to the next main subheading, industrial sector. അപ്പോൾ നമ്മുടെ കൃഷിക്കാരൻ കൃഷിപ്പണിയൊക്കെ നിർത്തി ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വർക്ക് ചെയ്യാൻ പോവാണ്. As in case of agriculture, so also in manufacturing, India could not develop a sound industrial base under the colonial rule. British colonial rule-ന്റെ സമയത്ത് agricultural sector പോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിലും നമുക്കൊരു അടിസ്ഥാനം ഉണ്ടാക്കാൻ സാധിച്ചില്ല. Even as the country's world-famous handicraft industries declined, no corresponding modern industrial base was allowed to come up to take pride of place so long enjoyed by the former. Former എന്ന് ഉദ്ദേശിക്കുന്നത് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെയാണ്. ആദ്യം പറഞ്ഞ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഡിക്ലൈൻ ചെയ്തു, എന്നാലോ കറസ്പോണ്ടിങ് ആയി മോഡേൺ ഇൻഡസ്ട്രിയൽ ബേസ് വന്നതുമില്ല. അപ്പോൾ അതും ഇല്ല ഇതും ഇല്ല എന്നുള്ള അവസ്ഥയായി ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റേത്. The primary motive of the colonial government behind this policy of systematically deindustrializing India was twofold. കോയിൻസിഡൻസ് ആയിട്ട് അവിചാരിതമായി വന്നു ചേർന്നൊന്നുമല്ല. ബ്രിട്ടീഷുകാർ പ്ലാൻ ചെയ്ത് ഇന്ത്യയെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യായിരുന്നു. ആ പോളിസിയെ ടു ഫോൾഡ് പോളിസി എന്നാണ് ഇവിടെ എടുത്ത് പറയുന്നത്. The intention was first to reduce India into the status of a mere exporter of important raw materials for the upcoming modern industries in Britain. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ടു ഫോൾഡ് പോളിസി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഇന്ത്യയെ റോ മെറ്റീരിയൽസ് നൽകുന്ന, ബ്രിട്ടീഷുകാർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് നൽകുന്ന റോ മെറ്റീരിയൽ സപ്ലയർ ആക്കുക, എക്സ്പോർട്ടർ ആക്കുക. അതേപോലെ ടേൺ ഇന്ത്യ ഇൻ ടു എ സ്പ്രോളിംഗ് മാർക്കറ്റ് ഓഫ് ദ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഓഫ് ദോസ് ഇൻഡസ്ട്രീസ്. അവരുടെ ഇൻഡസ്ട്രിയിൽ നമ്മുടെ റോ മെറ്റീരിയൽ വെച്ചുണ്ടാക്കിയ സാധനങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുക, അത്രയേ ഉള്ളൂ. സോ ദാറ്റ് ദെയർ കണ്ടിന്യൂഡ് എക്സ്പാൻഷൻ കുഡ് ബി എൻഷ്യൂർഡ് ടു ദ മാക്സിമം അഡ്വാൻറ്റേജ് ഓഫ് ദെയർ ഹോം കൺട്രി ബ്രിട്ടൻ. അപ്പോൾ അവരുടെ രാജ്യത്തിനെ വളരാൻ അനുവദിക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തെ മാറ്റുക. ഇൻ ദി അൺഫോൾഡിംഗ് എക്കണോമിക് സെനേറിയോ, ദ ഡിക്ലൈൻ ഓഫ് ഇൻഡിജിനസ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ക്രിയേറ്റഡ് നോട്ട് ഓൺലി മാസീവ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ ബട്ട് ഓൾസോ എ ന്യൂ ഡിമാൻഡ് ഇൻ ദി ഇന്ത്യൻ കൺസ്യൂമർ മാർക്കറ്റ് വിച്ച് വാസ് നൗ ഡിപ്രൈവ്ഡ് ഓഫ് സപ്ലൈ ഓഫ് ലോക്കലി മെയ്ഡ് ഗുഡ്സ്. അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറിലെ ബ്രിട്ടീഷ് ഇൻ്റർവെൻഷൻ മൂലം നമ്മുടെ പ്രൊഡക്ഷൻ കൂടിയെങ്കിലും പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു, അതായിരുന്നു റിസൾട്ട്. അതേപോലെ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ ബ്രിട്ടീഷുകാരുടെ കൈകടത്തൽ മൂലമുണ്ടായ റിസൾട്ട് എന്താണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒന്ന്, മാസീവ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ഹാൻഡിക്രാഫ്റ്റ് ഏരിയയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരുടെയൊക്കെ ജോലി പോയില്ലേ, അവരൊക്കെ അൺഎംപ്ലോയ്ഡായി വീട്ടിലിരിക്കാൻ തുടങ്ങി. അതേപോലെ ഇന്ത്യയുടെ മാർക്കറ്റ് സെക്ടറിൽ സാധാരണയായി അവൈലബിൾ ആയ ഗുഡ്സ് പോലും ഇന്ത്യയിൽ കിട്ടാതായി. ലോക്കലി അവൈലബിൾ ഗുഡ്സൊക്കെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഒക്കെ ഉണ്ടാക്കിയിരുന്ന ലോക്കലി അവൈലബിൾ ഗുഡ്സ് ഒക്കെ കിട്ടാതെയായി. അപ്പോൾ പിന്നെ നമുക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു? ബ്രിട്ടീഷേഴ്സിനെ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഉദാഹരണം ഉപ്പ് സത്യാഗ്രഹവും ഉപ്പ് ഉണ്ടാക്കലൊക്കെ ഓർക്കുക. ഡ്യൂറിംഗ് സെക്കൻഡ് ഹാഫ് ഓഫ് 19th century, മോഡേൺ ഇൻഡസ്ട്രി ബിഗാൻ ടു ടേക്ക് റൂട്ട് ഇൻ ഇന്ത്യ ബട്ട് ഇറ്റ്സ് പ്രോഗ്രസ് റിമെയിൻഡ് വെരി സ്ലോ. സെക്കൻഡ് ഹാഫ് ഓഫ് 19th century, 19th സെഞ്ചുറിയുടെ രണ്ടാമത്തെ ഹാഫ്, ബ്രിട്ടീഷേഴ്സ് ഭരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ പകുതി ആയപ്പോഴേക്കും മോഡേൺ ഇൻഡസ്ട്രികൾ ഇന്ത്യയിൽ വരാൻ തുടങ്ങി, പക്ഷേ പ്രോഗ്രസ് സ്ലോ ആയിരുന്നു. ഇനീഷ്യലി ദിസ് ഡെവലപ്മെൻറ്റ് വാസ് കൺഫൈൻഡ് ടു ദ സെറ്റിംഗ് അപ്പ് ഓഫ് കോട്ടൺ ആൻഡ് ജൂട്ട് ടെക്സ്റ്റൈൽ മിൽസ്. തുടക്കത്തിൽ ഇത് കോട്ടൺ ആൻഡ് ജൂട്ട് ടെക്സ്റ്റൈൽ മിൽസ് ഉണ്ടാക്കുന്നതിൽ കൺഫൈൻഡ് ആയിരുന്നു, കാരണം ബ്രിട്ടീഷേഴ്സിന് ആവശ്യമുള്ള മില്ലായിരുന്നു അതൊക്കെ. ദ കോട്ടൺ ടെക്സ്റ്റൈൽ മിൽ മെയിൻലി ഡോമിനേറ്റഡ് ബൈ ഇന്ത്യൻസ് വെർ ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ കൺട്രി. കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസ് ഡോമിനേറ്റ് ചെയ്തത് ഇന്ത്യൻസ് ആയിരുന്നു. അതൊരു എക്സെപ്ഷണൽ കേസാണ്. അത് സിറ്റുവേറ്റ് ചെയ്തിരുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത് മുതലായ സ്ഥലങ്ങളിലായിരുന്നു. പക്ഷേ ജൂട്ട് മിൽ ഡോമിനേറ്റഡ് ബൈ ഫോറിനേഴ്സ് ആയിരുന്നു. അത് സിറ്റുവേറ്റ് ചെയ്തിരുന്നത് ബംഗാളിലായിരുന്നു. ആ സ്ഥലവും ആരാ ഡോമിനേറ്റ് ചെയ്യണമെന്ന് ഓർത്ത് വെച്ചോളാം. സബ്സിക്വൻ്റ്ലി ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ബിഗാൻ കമ്മിങ് അപ്പ് ഇൻ ദി ബിഗിനിങ് ഓഫ് ദ 20th century. പിന്നീടാണ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇവിടെ ഉണ്ടായത്. ബ്രിട്ടീഷേഴ്സിന് അയണും സ്റ്റീലൊക്കെ റോ മെറ്റീരിയലായി ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കണം 1907 ആയപ്പോഴേക്കും ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി വന്നു, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. A few other industrialists in the field of sugar, cement, paper, etc. came up after the Second World War. വേറെ ചില ഇൻഡസ്ട്രീസും വന്നു, പക്ഷേ എന്തായിരുന്നു പ്രശ്നം? There was hardly any capital good industry to help promote further industrialization in India. ഒരു രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിക്കണമെങ്കിൽ ഇൻഡസ്ട്രികൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടുന്ന മെഷീൻസ് ആദ്യം ഉണ്ടാക്കണം. അത്തരം ഇൻഡസ്ട്രീസ് നമ്മുടെ നാട്ടിൽ ഒന്നുപോലും ഉണ്ടായിരുന്നില്ല. അത്തരം ഇൻഡസ്ട്രീസ് ഉണ്ടാവാതിരിക്കാൻ ബ്രിട്ടീഷേഴ്സ് ഡെലിബറേറ്റ് ആയി വേണമെന്ന് വെച്ചിട്ടൊരു ശ്രമം നടത്തിയത് തന്നെയാണ്. So we didn't had any capital good industry which can produce machine tools which are in turn used for producing articles for current consumption. The establishment of a few manufacturing units here and there was no substitute to the near wholesale displacement of the country's traditional handicraft industries. രാജ്യത്തിൻ്റെ ഏകദേശം മുഴുവനായി നശിപ്പിക്കപ്പെട്ടു പോയ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായി വരാൻ മാത്രമൊന്നും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇന്ത്യയിൽ നടന്നിരുന്നില്ല. Furthermore,
The growth rate of the new industrial sector and its contribution to the gross domestic product remained very small. കൂടാതെ തന്നെ ഒരു രാജ്യത്തിന് ഒരു സെക്ടർ എത്രമാത്രം ഡെവലപ്മെൻറ്റ് നൽകുന്നുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന GDP-യിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടർ വളരുന്നുണ്ടായിരുന്നില്ല. Another significant drawback of the new industrial sector was the very limited area of operation of the public sector. വേറൊരു ഡ്രോബാക്ക് ആയിരുന്നു ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഏരിയ ഓഫ് ഓപ്പറേഷൻ വെരി ലിമിറ്റഡ് ആയിരുന്നു. പബ്ലിക് സെക്ടറിലെ തന്നെ പവർ ജനറേഷൻ, റെയിൽവേ, കമ്മ്യൂണിക്കേഷൻ, പോർട്സ് ഈ ഏരിയകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മെഷീൻസ് ഉണ്ടാക്കുക മാത്രമായിരുന്നു ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഉദ്ദേശം. ഒരു രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നും എന്തെല്ലാം പ്രോഡക്റ്റാണ് നമുക്ക് ആവശ്യമുണ്ടാവുക അല്ലേ? ഇത്രയും ഏരിയയിൽ മാത്രം ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു രാജ്യത്തിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറും അഗ്രികൾച്ചറൽ സെക്ടർ പോലെ തന്നെ ഡിറ്റീരിയറേഷൻ്റെ എൻഡിലായിരുന്നു.